എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനൽ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് കന്നി രാശിയെപ്പറ്റി സംസാരിക്കാം. ഞാൻ കന്നി രാശി എന്ന് പറയുമ്പോൾ കന്നി രാശിയെ പറ്റിയാണ്, കന്നി ലഗ്നത്തെ പറ്റിയല്ല സംസാരിക്കുന്നത്. കാരണം ശനി ഭഗവാന്റെ ഗോചര രീതി 2025 കന്നിരാശി എങ്ങനെ അവർക്ക് അനുഭവപ്പെടുന്നു, കന്നിരാശിക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ സുഹൃത്തുക്കളെ, കന്നിരാശിയിലുള്ള 3 നക്ഷത്രങ്ങളായിട്ടുള്ള ഉത്തരത്തിൻ്റെ 2, 3, 4 ഭാഗങ്ങൾ, അത്തം, ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങൾ, ഇത്രയും ചേർന്ന ഒരു ഉഭയരാശിയാണ് കന്നിരാശി. അപ്പോൾ കന്നിരാശിക്ക് ഞാൻ മിഥുനരാശിയുടെ ഒരു സ്വഭാവം പറഞ്ഞിട്ടുണ്ട്. ഏത് ഭാഗത്ത് നിൽക്കാം, ഏത് നിമിഷവും മാറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ നേച്ചർ എല്ലാ കാര്യത്തിലും കന്നിരാശിക്ക് ഉണ്ടായിരിക്കും. പിന്നെ കന്നിരാശിയുടെ അധിപൻ ബുധനായതുകൊണ്ട് തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കും, എവിടെ അടിച്ചു നിൽക്കും, അതാണ് അവരുടെ ഒരു പ്രത്യേകത. പിന്നെ അനാലിറ്റിക്കൽ സ്കിൽസ്, അതായത് ചില കാര്യങ്ങളെ പറ്റിയായിട്ട് ഒന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് പെട്ടെന്ന് കഴിയും. ആ ഒരു സ്കിൽസ്, അനാലിറ്റിക്കൽ സ്കിൽസ് ഉണ്ടായിരിക്കും. അത് വളരെ പ്രാക്ടിക്കലായിരിക്കും, കൂടുതൽ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും. വളരെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുന്ന ടൈപ്പായിരിക്കും. പിന്നെ കന്നിരാശിയുടെ സിമ്പിൾ പ്യൂരിറ്റിയാണ്, അതായത് സിമ്പിൾ വെർജിൻ എന്ന് പറയും അല്ലേ ഇംഗ്ലീഷിൽ. അപ്പം അതുകൊണ്ട് അതൊരു വളരെ മോഡസ്റ്റ് ആയിരിക്കും, വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അതുപോലെ മോഡസ്റ്റ് സെൻസിറ്റീവ് ആയിരിക്കും. പിന്നെ അഡാപ്റ്റബിളും ഫ്ലെക്സിബിളും ആയിരിക്കും. ഇത് ഞാൻ പറയുന്നത് കന്നി രാശിയുടെ കാര്യമാണ് സുഹൃത്തുക്കളെ, കന്നി ലഗ്നത്തിൻ്റെ കാര്യം അല്ല. രണ്ടും കൂടെ വെച്ച് മിക്സ് ചെയ്യരുത്. അടുത്തത്, നമുക്ക് അതേ സമയത്ത് അതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നിരാശി വളരെ ക്രിറ്റിക്സ് ആയിരിക്കും. അതായത് ഏതിനെയും ഒന്ന് അതായത് ഒരു ക്രിറ്റിസൈസ് ചെയ്യാനുള്ളൊരു താല്പര്യം കന്നിരാശിക്ക് ഉണ്ടായിരിക്കും. അതുപോലെ വളരെ ആങ്ഷ്യസ് ആയിരിക്കും. ചില കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിക്കൊണ്ടേയിരിക്കും അവർ. പിന്നെ പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. പെർഫെക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാവൂ, ഇതാണ് റൂട്ട്, വേറെ റൂട്ടിൽ കൂടെ പോകരുത്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഈ കന്നിരാശിയെ ബാധിക്കുന്നുണ്ട്. ഇത് പലപ്പോഴും അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ നന്നായിരിക്കും, പക്ഷേ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. വളരെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിരിക്കും. അതുപോലെ മെഡിസിൻ, അക്കൗണ്ടിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ വളരെ പ്രത്യേകിച്ചും അങ്ങനെയുള്ള പ്രൊഫഷൻ അവർക്ക് നന്നായിട്ടുണ്ടാവും. ഹെൽത്തിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കന്നിരാശിക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റംസ് എപ്പോഴും കുറച്ച് പ്രോബ്ലമാണ്. അത് കുടലും അതിനനുബന്ധിച്ചുള്ള ഡൈജസ്റ്റീവായിട്ടുള്ള കാര്യം, ഇൻഡസ്ട്രൈൻസ് എല്ലാം. അതുപോലെ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഭക്ഷണ സംബന്ധമായിട്ടുള്ള ഡൈജഷനുമായിട്ട് സംബന്ധ രോഗങ്ങൾ, അസിഡിറ്റി, അതുപോലെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. മിക്കവാറും ഇവർക്ക് ഈ സ്ട്രെസ്സ് കയ്യിലിരിക്കുന്നതുകൊണ്ട് അതിനായിട്ട് റിലേറ്റീവായിട്ടുള്ള അസുഖങ്ങളും വളരെ സാധാരണമാണ്. പൊതുവെ ഹെൽത്തിന് കന്നിരാശിക്ക് മെഡിറ്റേഷനാണ് ഏറ്റവും മുഖ്യം. മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ തന്നെ പകുതി അസുഖങ്ങൾ മാറുമെന്നാണ് ആചാര്യമതം. അപ്പോൾ ഇനി നമുക്ക് ഈ നക്ഷത്രങ്ങൾ വയസ്സായിട്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ, ഉത്തരത്തിൻ്റെ 2, 3, 4 ഭാഗങ്ങളും, അത്തം മുഴു നക്ഷത്രവും, പിന്നെ ചിത്തിരയുടെ 1, 2 ഭാഗങ്ങളാണ് കന്നിരാശിയിൽ പെട്ടിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്ന നക്ഷത്രത്തിനെ മാത്രം നമുക്കൊന്ന് എടുത്തു നോക്കാം. ഉത്തരത്തിൻ്റെ 14ാമത്തെ നക്ഷത്രത്തിലാണ് ശനി ഭഗവാൻ, അതായത് പൂരിട്ടാതി നക്ഷത്രത്തിലാണ് ശനി ഭഗവാൻ ഈ 2025 ഇരിക്കാൻ പോകുന്നത്. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ 14ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഒരു പ്രത്യുതധാര എന്ന് പറയും. പ്രത്യുതധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത അലച്ചിലുകൾ, കാര്യങ്ങൾക്കൊക്കെ ആവശ്യമില്ലാത്ത അലച്ചിലുകൾ ക്രിയേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് കന്നിരാശിക്ക് 7ാം ഭാവത്തിലേക്കാണ് ശനി വരുന്നത്, കണ്ടക ശനിയാണ് വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നെഗറ്റീവ് അവിടെ ഉണ്ട്, 7ാം ഭാവത്തിൻ്റേതായിട്ടുള്ള ഒരു നെഗറ്റീവ് ഉണ്ട്. അതിൻ്റെ കൂടെ ഉത്തര നക്ഷത്രത്തെ സംബന്ധിച്ചോളം പ്രത്യുത ധാരയിലാണ് ഇരിക്കുന്നത്, അതിൻ്റേതായിട്ടുള്ള ഒരു മൈനസും നമുക്കുണ്ട്.
വീണ്ടും പറയുകയാണ് സുഹൃത്തുക്കളെ, ഇതൊന്നും ഒരു ഫൈനൽ അല്ല. ഇതെന്ന് പറയുന്നത് ഗോചരാവസ്ഥയിൽ ശനി ഭഗവാൻ വരുന്ന ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജാതകം എന്ന് പറയുന്നത് ഏകദേശം എപ്പോഴും പറയുന്ന പോലെ ഒരു 100 മാർക്ക് എടുത്താൽ അതിൽ 30 മാർക്കേ ഉള്ളൂ ഈ ഗോചരം എന്ന് പറയുന്നത്. ആ 30 മാർക്കിലും ഒരു 15 മാർക്ക് മുതൽ 18 മാർക്ക് വരെയാണ് പിന്നെ എന്താ പറയുന്നത് ഈ ശനി ഭഗവാന്റെ, അത് കർമ്മകാരകനായതുകൊണ്ട് 9 ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് എഫക്റ്റ് ആകാൻ പോകുന്നത് ശനി ഭഗവാൻ തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ, അതായത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ദോഷങ്ങൾ തരാനാണ് കാരണം 7ാം ഭാവത്തിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ദോഷങ്ങൾ തരാനായിട്ട്. ദോഷങ്ങൾ തരാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ദോഷങ്ങൾ അതിൻ്റെ ഒരു മാർക്ക് തരാനായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അത് 7ാം ഭാവം കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ശനി ഭഗവാന്റെ ഈ മാറ്റത്തെ നമുക്ക് വന്നിട്ട് പോസിറ്റീവായിട്ട് മാറ്റണം. അതാണ് നമ്മുടെ ആവശ്യം. നമുക്ക് പരിഹാരം എന്ന് പറയുന്നത് അതിനെടുത്ത് പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7ാം ഭാവത്തിലേക്കുള്ളത് മെയിനായിട്ട് ബാധിക്കാൻ പോകുന്നത് നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നമ്മുടെ കസ്റ്റമറെ ബാധിക്കും. അതല്ല നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും. നമ്മുടെ വീട്ടിലുള്ള റിലേഷൻഷിപ്സ്, നമ്മുടെ ഭാര്യയുമായിട്ടുള്ളത്, മക്കളുമായിട്ടൊക്കെയുള്ള റിലേഷൻഷിപ്സിനെ ബാധിക്കും. ഇവിടെ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഒരു ജോലിക്കാരനാണ്, ഒരു ട്രാൻസ്ഫർ കിട്ടും, ഒരു തൽക്കാലത്തേക്ക് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറി നിന്ന് ഒന്ന് കളി കാണാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് തൽക്കാലം ഒന്ന് ഒന്ന് മാറി നിൽക്കാൻ പറ്റുന്നവർക്കേ പറ്റുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും പിന്നെ ഭീമാകാരമായിട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് മാറി നിൽക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. ഒരു ബിസിനസ്സുകാരാണെങ്കിൽ തന്നെ ബിസിനസ് വന്നിട്ട് നമ്മൾ അങ്ങനെ നോക്കി നടത്താമെന്നല്ലാണ്ട് കൂടുതൽ ഇൻവോൾവ് ആകാതെ, അതായത് അതിലെ സെയിൽസ് സെക്ഷനിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലുമൊക്കെ കൂടുതൽ ഇൻവോൾവ് ആകാതെ നമ്മുടെ ഓഫീസേഴ്സിനെ വെച്ചിട്ട് ഡീൽ ചെയ്യാനാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ശനിയുടെ ഈ നെഗറ്റിവിറ്റി, അത് ഞാൻ പറയുന്നത് കാർമ്മികമായിട്ടുള്ള പരിഹാരമാണ്, ഒരു പ്രാക്ടിക്കലായിട്ടുള്ള പരിഹാരമാണ് പറയുന്നത് കേട്ടോ. ഇതിന് മറ്റ് നമുക്ക് തരത്തിലുള്ള സൂര്യനാണ്. അപ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ സൂര്യനാണ് അതിൻ്റെ അധിപൻ. അപ്പം സൂര്യന് ഉത്തര നക്ഷത്രത്തിൻ്റെ അധിപനാകുമ്പോൾ നമുക്ക് സൂര്യ നമസ്കാരം ചെയ്യാം. അതുപോലെ തന്നെ ഗോതമ്പ് സൂര്യൻ്റെ ധാന്യമാണ്. അത് ഗോതമ്പ് ഭക്ഷണങ്ങളൊക്കെ പിന്നെ അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യാം. എപ്പോഴും അർഹിക്കുന്നവർക്ക് മാത്രമേ ദാനം ചെയ്യൂ. അതാണ് ദാനം എന്ന് പറയുന്നത്. മറ്റേതൊന്നും ദാനമല്ല. അതെന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല, അതാണ് സത്യം. പിന്നെ ഒരു ഷെയർ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മളെ ബന്ധുക്കളെ, നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഷെയർ മാത്രമേ ഉള്ളൂ. ദാനമായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. ദാനം എന്ന് പറയുന്നത് ഒരാൾക്ക് ആവശ്യമുണ്ട്, അവർക്ക് ആവശ്യത്തിന് കൊടുക്കുക. അതുപോലെ പക്ഷിക്കായാലും ഒരു മൃഗത്തിനായാലും ശരി, അതാണ് ദാനം. ഓക്കെ. അപ്പം ഗോതമ്പ് സൂര്യ നമസ്കാരം ചെയ്യുക, ഗോതമ്പ് ദാനം ചെയ്യുക. അതുപോലെ മഹാവിഷ്ണുവിന് വന്നിട്ട് തുളസി മാല പിന്നെ വ്യാഴാഴ്ച കൊണ്ടുവന്ന് കൊടുക്കുന്നതും ഈ ഉത്തരം നക്ഷത്രത്തിൻ്റെ ഈ ഒരു കണ്ടകശനിയുടെ ഒരു അവസ്ഥയിൽ അതുപോലെ തന്നെ പിന്നെ ശനി ഭഗവാനും നമ്മൾ പരിഹാരം ചെയ്യണം. അതിന് ഞാൻ എങ്ങനെയാണ് പരിഹാരം ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണത് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ശനി ഭഗവാനും ഗുരുവും കൂടെ ചേർന്ന ഒരിതാണ്. അപ്പോൾ ഗുരുവായൂരപ്പന് വന്നിട്ട് ഒരു സൂര്യൻ്റെ, അതായത് അഗ്നിയാണ്, പിന്നെ നമ്മൾക്ക് അറിയാം സൂര്യൻ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദീപം, അപ്പോൾ സൂര്യൻ മൂലമുള്ള ആ ഒരു ദീപം മൂലം നമുക്ക് വന്നിട്ട് ഗുരുവായൂരപ്പന് ഒരു പരിഹാരം ചെയ്യാം. ഇത് വന്നിട്ട് തീർച്ചയായിട്ടും വന്നിട്ട് ശനി, ഗുരു, പിന്നെ സൂര്യൻ മൂന്നിനെയും വന്നിട്ട് അവിടെ കൊണ്ടുവരികയാണ്. അങ്ങനെ നിങ്ങൾക്കൊന്ന് നോക്കാം. അങ്ങനെ ആ രീതിയിൽ പരിഹാരങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ ദാന പരിഹാരങ്ങളൊക്കെ എടുക്കാം. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ പിന്നെ 13ാമത്തെ നക്ഷത്രം ചതയമാണ്, 22ാമത്തെ നക്ഷത്രം തിരുവാതിരയാണ്. അപ്പോൾ രണ്ടിൻ്റെയും രാഹുവാണ്. അപ്പോൾ തീർച്ചയായിട്ടും രാഹുവിന് പരിഹാരം ചെയ്യാതെ ഇതിന് പോകരുത്. രാഹുവിൻ്റെ പരിഹാരം എന്തോ നമുക്കറിയാം. എന്താണ് രാഹുവിന് പരിഹാരം? നാഗദൈവങ്ങളാണ് ദ ബെസ്റ്റ്. അതല്ല അല്ലെങ്കിൽ നമുക്ക് വേറെ പരിഹാരം നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. രാഹുവിന് അങ്ങനെയുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാഹുവിൻ്റെ ധാന്യം നമുക്ക് ഉഴുന്ന് അത് വന്നിട്ട് പിന്നെ അത് വന്നിട്ട് നമുക്ക് ദാനം ചെയ്യാം. അതുകൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ദാനം ചെയ്യാം. ഇതൊന്നുമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ ഓവറായിട്ട് ചിന്തിക്കുന്ന സെൻസിറ്റീവ്നെസ് എന്ന് പറയത്തില്ലേ, അത് രാഹുവാണ് തരുന്നത്. ആ സെൻസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വലിയ 100ലേക്ക് അങ്ങോട്ട് ലോട്ടറി ടിക്കറ്റ് കിട്ടുന്ന മാതിരിയൊക്കെ അങ്ങോട്ട്
സ്വപ്നം കാണുക, അങ്ങനെയുള്ള സ്വപ്നമൊന്നും ദയവ് ചെയ്ത് കാണരുത്. കണ്ടു കഴിഞ്ഞാൽ ഇവിടെ പണി കിട്ടും, ഉത്തരം നക്ഷത്രക്കാർ പണി കിട്ടും. എന്നാൽ രാഹു അവിടെ ആക്ടിവേറ്റ് ആകും. മനസ്സിലായേ? അപ്പോൾ അതിന് പരിഹാരങ്ങൾ കാണുക. പരിഹാരശേഷം ഈ ഭഗവാൻ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പന് വേണ്ടിയ പരിഹാരങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായാലും ഓക്കെ. ഞാനീ പറയുന്നത് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ആയിരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേറെ കോമ്പിനേഷൻസൊക്കെ നിങ്ങൾക്ക് തന്നെ എടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ സുഹൃത്തുക്കളെ. ഇതൊരു ജ്യോതിഷ പറഞ്ഞു തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഈ പരിഹാരങ്ങളൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇനി അടുത്ത അത്തം നക്ഷത്രത്തെ പറ്റി പറയാം. അത്തം നക്ഷത്രത്തിനും ഇതേ നമുക്ക് അറിയാം. നമുക്ക് കണ്ടകശനിയാണ് വരുന്നത്. അപ്പോൾ കണ്ടകശനിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചില കാര്യങ്ങൾ ആലോചിക്കണം. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ റിലേഷൻഷിപ്സിനെ ബാധിക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളും ഞാൻ പറഞ്ഞ പോലെ ഉത്തരത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ അത്തത്തിന് തനിയായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തത്തിൻ്റെ നക്ഷത്രം വന്നിട്ട് 13ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരിട്ടാതിയാണ്, ഗുരുവിൻ്റെ നക്ഷത്രമാണ്. ഇവിടെയും മുമ്പത്തെ പറഞ്ഞ ഉത്തരത്തിൻ്റെ പറഞ്ഞ അതേ പരിഹാരം ചെയ്യാം. പിന്നെ രാഹുവിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന പകരം ഗുരുവിനെ സമാധാനപ്പെടുത്തണം. ഗുരുവിന് പരിഹാരം എന്ന് പറഞ്ഞാൽ നെയ്യ് ചേർന്ന ഭക്ഷണങ്ങൾ ദാനം ചെയ്യുക, അല്ലെങ്കിൽ തേൻ ചേർന്ന ഭക്ഷണങ്ങൾ ദാനം ചെയ്യുക, അല്ലെങ്കിൽ മഞ്ഞ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക. ഇതൊക്കെ വന്ന് ഗുരുവിൻ്റെ പരിഹാരമാണ്. ഈ പരിഹാരം ചെയ്തിട്ട് വേണം മഹാവിഷ്ണുവിന് തുളസിമാല കൊണ്ടുവന്നിടാൻ. അല്ലെങ്കിൽ ഇപ്പോൾ അത്തത്തിനാകുമ്പോൾ അങ്ങനെയല്ല. അത്തത്തിന് വന്നിട്ട് നമ്മൾ ജ്യോതിഷന്മാരെന്താ പറയുന്നത്, ആചാര്യന്മാരെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ ശിവന് വന്നിട്ട് തിങ്കളാഴ്ച വന്നിട്ട് പാല് അഭിഷേകം ചെയ്യുക. ഇതൊക്കെ വളരെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മളൊക്കെ ഈ ശനി ഭഗവാന്റെ ഈ ഒരു അരക്ഷിതാവസ്ഥയെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അടുത്ത ചിത്ര നക്ഷത്രമാണ് സുഹൃത്തുക്കളെ. ചിത്ര നക്ഷത്രത്തെ അറിയാമല്ലോ. ചിത്ര എന്ന് പറയുന്നത് ചൊവ്വയാണ്. ചൊവ്വയുടെ എല്ലാ ക്യാരക്ടറും കാണിക്കും. പിന്നെ ആവശ്യമില്ലാത്തടത്തൊക്കെ ഇറങ്ങി പിന്നെ ഫൈറ്റ് ചെയ്യും. പിന്നെ വളരെ സെൻസിറ്റീവായിരിക്കും. പക്ഷേ കണ്ടകശനി വന്നിട്ട് അവർക്ക് ബിസിനസ് ലോസിനെ കൊണ്ടുവരും. അവർക്ക് വന്നിട്ട് മറ്റ് റിലേഷൻഷിപ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഒന്ന് സമാധാനമായിട്ട് പോകണം. അടുത്ത 2.25 വർഷം വളരെ സൂക്ഷിച്ചു പോകേണ്ട സമയമാണ്. അത് കെയർഫുള്ളായിരിക്കണം. പ്രത്യേകിച്ച് ചിത്രയുടെ 1ാം ഭാവവും 2ാം ഭാവവുമാണ്. കണ്ടകശനിയാണ് വരുന്നത്. അത് ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അവരവർക്ക് കൊള്ളാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. പേടിപ്പെടുത്തുകയല്ല സുഹൃത്തുക്കളെ. വീണ്ടും ഞാൻ പറയുകയാണ്, ഇത് ഭയപ്പെടുത്തുന്നതല്ല. ഇത് വന്നിട്ട് നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിഞ്ഞു മാറാനുള്ള ഒരു സൗകര്യം ഉണ്ടാകും. അത് തീർച്ചയായിട്ടും ചെയ്യണം നിങ്ങൾ. ചിത്ര നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും. കാരണം അവർക്ക് 13ാമത്തെ നക്ഷത്രം വന്നിട്ട് 13ാമത്തെ നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി എന്ന് പറഞ്ഞാൽ ശനി ഭഗവാനാണ്. പൂയം എന്ന് പറയുന്നത് അതുപോലെ 22ാമത്തെ നക്ഷത്രം വൈനാശിക നക്ഷത്രം പൂയമാണ്. അതും ശനി ഭഗവാനാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ, പരിഹാരം ചെയ്യാൻ പോകുമ്പോൾ അതിന് ശനി ഭഗവാന് വേണ്ടിയ എള്ള് ദാനമോ എള്ളു കൊണ്ടുള്ള ഭക്ഷണദാനമോ അല്ലെങ്കിൽ അവിടുത്തെ പരിഹാര മൂർത്തിക്ക് ഇപ്പോൾ നമ്മൾ അയ്യപ്പനെ കാണാൻ പോകുന്നെങ്കിൽ ഒരു എള്ളു പായസമൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ വളരെ സൂക്ഷിക്കണം എന്ന് പറയാൻ കാരണം വിപത്തുധാരയാണ്. വിപത്തല്ല ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ എന്നാലും തടസ്സങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുകളുണ്ടാകും. ശാരീരിക സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് മുമ്പേ നമ്മളൊന്ന് പരിഹാരങ്ങൾ ചെയ്യുന്ന നല്ലൊരു ബോഡി ടെസ്റ്റൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നേരത്തെ നല്ല ഡോക്ടേഴ്സിനെ കണ്ട് അതിനുള്ള വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾക്കൊക്കെ മരുന്നെടുക്കുന്നതൊക്കെ നല്ലതാണ്. കാരണം ഡോക്ടർമാരെ കാണുന്നത് ജ്യോതിഷത്തിനെതിരാണെന്നൊന്നും വിചാരിക്കരുത്. ജ്യോതിഷത്തിൻ്റെ വഴിയാണ്. അത് റൂട്ട് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനറിയാവുന്ന ഡോക്ടർമാരെ തന്നെ കാണണം. അതിപ്പോൾ ആയുർവേദമായാലും ശരി, സിദ്ധായാലും ശരി, ഹോമിയോ ആയാലും ശരി, അലോപ്പതി ആയാലും ശരി, നമുക്ക് ആവശ്യം എന്താണോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനും ചില വഴികളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഏത് തരത്തിലുള്ള പിന്നെ ഏത് വേ ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം ചിലർക്ക് വന്നിട്ട് ആയുർവേദം, ചിലർക്ക് ഹോമിയോപ്പതി, ചിലർക്ക് അലോപ്പതിയൊക്കെ പിടിക്കും. ഇതിനൊക്കെ കാരണമുണ്ട്. അതൊക്കെ നമുക്ക് ജാതകത്തിൽ നോക്കി നമുക്ക് ഏത് തരത്തിലുള്ള സൊല്യൂഷൻസ് ആയിരിക്കും നമുക്ക് നല്ലതെന്ന് നോക്കി ആ റൂട്ടിൽ നമ്മൾ പോകണം. അത് ആ ഗൈഡൻസ് മാത്രമേ അസ്ട്രോളജിക്ക് തരാൻ പറ്റുള്ളൂ. അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ യാതൊരു കപ്പാസിറ്റി ഉള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പണ്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ആചാര്യന്മാരുണ്ടായിരുന്നു. അവർ ആയുർവേദവും ജ്യോതിഷവും ചേർത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് വേറെ കാര്യം. ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. നമുക്ക് വന്നിട്ട് കാര്യങ്ങൾ റൂട്ട് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. പരിഹാരം ചെയ്യേണ്ടത്
അവരവരാണ്. അവരവർ പരിഹാരം ചെയ്താലേ കാര്യങ്ങൾ ശരിയാവുകയുള്ളൂ. ചെയ്യാതെ പിന്നെ നമുക്ക് കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇതെന്തിനാ ജോത്സ്യരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നമുക്ക് അടുത്തുള്ള അമ്പലങ്ങളിൽ എന്തെങ്കിലും ചെയ്താൽ പോരെ, നടക്കില്ല സുഹൃത്തുക്കളെ. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. ഇത്രയും നാൾ കഷ്ടപ്പെടുന്നത് എന്തിനാണ് പോയി വെറുതെ ഒരു അസ്ട്രോളജറെ പോയി കാണേണ്ട ആവശ്യമില്ല. അസ്ട്രോളജറെ കണ്ടു കഴിഞ്ഞാൽ അസ്ട്രോളജർ പറയുന്ന പോലെ ചെയ്താൽ മാത്രമേ കാര്യം സാധിക്കൂ എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ തൃപ്തിയുള്ളവരെ കാണാവൂ. വെറുതെ നിങ്ങളുടെ പൈസയും പോവും, അദ്ദേഹത്തിൻ്റെ സമയവും പോവും. എന്തിനാണ് അതിനൊക്കെ പോകുന്നത്? പിന്നെ നമുക്ക് മാറണം, നമുക്കത് ഒരു കാര്യം സാധിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണം, നമ്മുടെ ഈ അവസ്ഥയിൽ നിന്ന് മാറണം എന്ന് ദൃഢനിശ്ചയമുള്ളവർ കഷ്ടപ്പാടുകൾ ഉണ്ടാകും, തടസ്സങ്ങൾ ഉണ്ടാകും. കാരണം നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത നല്ലതോ ചീത്തയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അല്ലേ? നമ്മളെല്ലാം, നിങ്ങൾ മാത്രമല്ല, ഞാനും എല്ലാവരും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ പൊതുവെ ഒരു അഷ്ടാന്ത പിന്നെ ഞാൻ പറഞ്ഞ പോലെ ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങൾ പൊതുവെ മാറ്റാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, പൊതുവേ മാറ്റാൻ പറ്റിയില്ലെന്നല്ല, അത് മാറ്റണം, അത് കണ്ടുപിടിക്കണം. നമ്മുടെ ജാതകത്തിലുള്ള പിന്നെ 6 ദോഷങ്ങൾ മെയിനായിട്ടുണ്ടോ എന്ന് നോക്കണം. 6 ദോഷങ്ങളില്ലെങ്കിൽ വളരെ നല്ലത്, നല്ല കാര്യം. അതല്ലാതെ 7ാമതൊരു ദോഷമുണ്ട്, കാശി ജാതകം, അതുകൊണ്ടോ എന്ന് നോക്കണം. കാശി ജാതകം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് റിക്കവറി ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായ? അപ്പോൾ അതെല്ലാം ഗണ്ഡാന്ത ദോഷങ്ങളിലാണ് ആ ദോഷങ്ങളുടെ പേര്. തീർച്ചയായിട്ടും ആ ദോഷങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആ ദോഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഐശ്വര്യം ഉണ്ടെങ്കിലും ജാതകത്തിൽ അത് എഫക്റ്റ് ആകത്തില്ല. ചിലർക്ക് കുട്ടികളുണ്ടാവില്ല, ചിലർക്ക് പിന്നെ കല്യാണം നടക്കില്ല, ചിലർക്ക് ഇതൊക്കെ എല്ലാം ഉണ്ട്. ഗുരുവുണ്ട്, ശുക്രനുണ്ട്, എല്ലാം നല്ല സൂപ്പറാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദോഷനിവൃത്തി ചെയ്യണം ഫസ്റ്റ്. അവരുടെ തിരിശൂന്യ ദോഷങ്ങളും മുടക്ക് ദോഷങ്ങളും അല്ലെങ്കിൽ ഗണ്ഡാന്ത ദോഷങ്ങളും മാറ്റിയ ശേഷം മാത്രമേ നടക്കൂ. അതിന് അസ്ട്രോളജിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അസ്ട്രോളജി ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ട് പോയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾക്ക് പലതും വഴിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനർത്ഥം വന്നിട്ട് ഇതൊന്നും തെറ്റാണെന്നല്ല, ഇതൊക്കെ സത്യമാണ്, ഞങ്ങളുടെ അനുഭവമാണിത്. എന്നെപ്പോലെയുള്ള പല ജ്യോതിഷന്മാരുടെ അനുഭവങ്ങളാണിത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ജാതകം നല്ല ഒരു ജ്യോത്സ്യനെ കണ്ട് കംപ്ലീറ്റായിട്ട് അനലൈസ് ചെയ്ത് ഡൗട്ട്സ് ക്ലിയർ വരെ ചെയ്യുന്നവരെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി അതിന് പരിഹാരം ചെയ്യുക. അതിനുശേഷം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അതായത് പിന്നെ ഗുരുദോഷമുണ്ട്, അല്ലെങ്കിൽ ശനി പകർച്ചയുണ്ട്, അതുകൊണ്ട് അങ്ങനെയാണോ അങ്ങനെ നമുക്ക് ചോദിച്ചു. അതായത് നമ്മൾ ഇത്രയും നാൾ ചെയ്തത് ശരിയായില്ല, അതിൻ്റെ അർത്ഥം വന്നിട്ട് ജ്യോതിഷന്മാർ ശരിയായില്ലെന്നല്ല. മെയിൻ കാരണം നമ്മൾ തന്നെയാണ്. രണ്ടാമത്തെ കാരണം ജ്യോതിഷൻ സൈഡിൽ നിന്നും ഉണ്ട്, ഇല്ലെന്നല്ല. എല്ലാം അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വിടുന്നത് ഒന്ന്. രണ്ടാമത് അവർ പറയുന്നത് മുഴുവനായിട്ട് അങ്ങോട്ട് അനുകരിക്കുകയോ അതും ചെയ്യത്തില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരു കയ്യിൽ പിന്നെ നാരങ്ങയും പിന്നെ മുരുകന് നാരങ്ങ വിളക്കെന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, നാരങ്ങയും നാണയവും വെച്ചിട്ട് ഇതൊരു കയ്യിലുണ്ടാവും, ഒരു കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാവും. പിന്നെ അവിടെ എവിടെയാണ് നടക്കാൻ പോകുന്നത്? അങ്ങനെയൊന്നും ദയവ് ചെയ്യരുത്. ആ സാധനം ആദ്യം ഓഫ് ചെയ്ത് വെക്കുക. രാഹുവാണ് മൊബൈൽ ഓഫ് ചെയ്തിട്ട് അമ്പലത്തിൽ പോകാവൂ. കാരണം അത് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കും, തടസ്സങ്ങളുണ്ടാക്കും. അത് ആദ്യം ഓഫ് ചെയ്തൊരു സൈഡിൽ വയ്ക്കുക. നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുക. ഭഗവാനിൽ മാത്രം മനസ്സ് മുഴുവൻ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന പരിഹാരങ്ങളും സമരം ഉണ്ടാകണേ എന്നുള്ള ചിന്തയോട് കൂടി പോവുക. എന്നാൽ മാത്രമേ അത് ശരിയാവൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയുടെ ചുരുക്കുകയാണ്. എല്ലാവരുടെയും സബ്സ്ക്രിപ്ഷനും ഷെയറും പിന്നെ ലൈക്കും എനിക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് പ്രയോജനപ്പെടും. നമസ്കാരം.